ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ട്രേഡ് എടുത്തിരുന്നു. അത് ഞാൻ ലൈവായിട്ട് ടെലഗ്രാം ചാനൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. എടുക്കുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഒരു ട്രേഡ് എടുത്തിരുന്നത് ബിറ്റ് കോയിനിൽ, പിന്നെ ഒരു ട്രേഡ് എടുത്തിരുന്നത് ഗോൾഡിൽ. ഓക്കെ, രണ്ടും എടുക്കുന്ന സമയത്ത് തന്നെ ട്രേഡ് എടുത്തിരുന്നു. ആൻഡ് കുറച്ച് പേര് ആ ഒരു ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്തു എന്ന് പറഞ്ഞിരുന്നു. വളരെ സന്തോഷം. പിന്നീട് കുറച്ച് പേര് ചോദിച്ചിരുന്നു ആ ഒരു ട്രേഡിൻ്റെ ലോജിക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു എടുത്ത ഒരു ട്രേഡിൻ്റെ ലോജിക്കാണ്. അപ്പോൾ ആദ്യം ഞാനിവിടെ ബിറ്റ് കോയിനിൽ എടുത്ത ആ ഒരു ലോജിക്ക് പറയാം. ആൻഡ് ഓൾസോ ബിറ്റ് കോയിനിൽ ഞാൻ ട്രേഡ് ചെയ്യുന്നത് ബിറ്റ് കോയിൻ ഫ്യൂച്ചറിലാണ്. അത് ഡെൽറ്റ എക്സ്ചേഞ്ചിൻ്റെ അക്കൗണ്ട് വഴിയാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആക്ച്വലി ഇന്ത്യയിൽ ലീഗലാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈമിൽ നമുക്ക് ടാക്സ് ആസ് പെർ ആ ഒരു F&O സെഗ്മെൻറ്റ് ചെയ്യുന്ന അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ആസ് പെർ ടാക്സ് സ്ലാബിനനുസരിച്ച് നമുക്ക് ടാക്സ് ഫയൽ ചെയ്യാൻ വേണ്ടി പറ്റും. മുൻപ് ഞാൻ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡെൽറ്റ എക്സ്ചേഞ്ചിൽ മാത്രമാണ് ബിറ്റ് കോയിൻ ഞാൻ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ബിറ്റ് കോയിനിൽ ഞാൻ എടുത്ത ട്രേഡ് ലോജിക്ക് നോക്കുവാണെങ്കിൽ, അപ്പം ബിറ്റ് കോയിൻ നമുക്കറിയാം ഓൾറെഡി ഓൾ ടൈം ഹൈൻ്റെ അടുത്താണ് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് റീസെൻ്റ്ലി വന്ന ഒരു മാർക്കറ്റ് സ്ട്രക്ചറിൽ ഒരു മാർക്കറ്റ് പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തി, പിന്നെ എപ്പോഴൊക്കെ ഒരു മാർക്കറ്റിൽ ഒരു ഡിപ്പ് വരുന്നുണ്ടോ മാർക്കറ്റ് അതുപോലെ ഒരു അപ്സൈഡ് സ്പൈക്ക് തരാറുണ്ട് അല്ലേ. കഴിഞ്ഞ രണ്ട് തവണ അതേ പാറ്റേണിൽ നമുക്ക് ട്രേഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസത്തിൽ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഞാനൊരു 5 മിനിറ്റിൽ നോക്കുന്ന സമയത്ത് ഇതാണ് മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ വന്നിരുന്നത്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒരു ലോവർ ലോ ഫോർമേഷൻ എന്ന രീതിയിൽ 5 മിനിറ്റിൽ ഈ ഒരു രീതിയിൽ മാർക്കറ്റ് സ്ട്രക്ചർ ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. ആൻഡ് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ അറ്റ് എ സെയിം ടൈമിൽ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈന് കൂടി ഡ്രോ ചെയ്യാം. ഓക്കെ, ഈ ഒരു ട്രെൻഡ് ലൈന് കൂടി ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഞാനൊരു ബൈ എൻട്രി എടുക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു മുൻപ് ഞാനൊരു പാറ്റേൺ പറഞ്ഞിരുന്നു. എപ്പോഴൊക്കെ താഴോട്ട് വരുന്നുണ്ടോ മാർക്കറ്റ് അപ്പ് സൈഡ് പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പിന്നെ ഒരു പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ആ ഒരു സെയിം ടൈമിൽ ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു. ഞാൻ സ്കാൾപ്പിങ്ങും ചെയ്തിരുന്നു. അറ്റ് ദ സെയിം ടൈമിൽ ഈ ഒരു റീടെസ്റ്റ് വന്ന് വീണ്ടും അപ്സൈഡ് വരുന്ന സമയത്ത് ഒരു ട്രേഡ് ഞാൻ എടുത്തിരുന്നു. ഈ ഒരു എൻ്റയർ പോയിന്റ് അവിടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ലിവറേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 150-200 ടൈംസ് വരെ നമുക്ക് ഡെൽറ്റ എക്സ്ചേഞ്ചിൽ ലിവറേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ട്രേഡിൽ ഞാൻ എടുത്തത് അത്യാവശ്യം ലിവറേജ് ഞാൻ എടുത്തിരുന്നു. സ്റ്റോപ്പ് ലോസ് കുറച്ച് ടൈറ്റായിട്ട് വെച്ചിട്ടൊരു ട്രേഡാണ് എടുത്തിരുന്നത്. ആൻഡ് നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് എനിക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നു ആ ഒരു ട്രേഡിൽ. ഇതാണ് ആ ഒരു ബിറ്റ് കോയിനിൽ എടുത്ത ഒരു ട്രേഡ് ലോജിക്ക്. വളരെ സിമ്പിളാണ്, സിമ്പിൾ പ്രൈസ് ആക്ഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത് ഞാൻ എടുത്ത ഒരു ട്രേഡ് ഗോൾഡിലാണ്. സോ ഗോൾഡിൽ എനിക്കൊന്നൊരു 2 ആഴ്ച മുൻപ് ഞാനൊരു സെറ്റപ്പ് ഒരു SFP സ്വിങ് ഫെയിലർ പാറ്റേൺ എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജി ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് ബേസ്ഡാണ് ഞാൻ ഇന്ന് ഗോൾഡിൽ ഒരു ട്രേഡ് എടുത്തിരുന്നത്. കഴിഞ്ഞ ദിവസം ഗോൾഡ് നോക്കുവാണെങ്കിൽ ഗോൾഡ് നമുക്ക് ഓൾ ടൈം ഹൈയിലാണ്. നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലോട്ട് പോകുന്ന സമയത്ത് ഓൾ ടൈം ഹൈൻ്റെ അടുത്തായിട്ടാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹൈലി ബുള്ളിഷ് ആണ് മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബൈ എൻട്രിക്ക് വേണ്ടി തന്നെയാണ് നോക്കിയിരുന്നത്. നല്ലൊരു പാറ്റേൺ കിട്ടിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ട്രേഡിൽ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഈ ഒരു സിംഗിൾ ലോ പോയിന്റ് റൈറ്റ് നിങ്ങൾ കാണുന്നുണ്ട്. ഈ ഒരു സിംഗിൾ ലോ പോയിന്റ് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തു. ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതൊരു ഫെയിലറായി, അതായത് അത് സസ്റ്റെയിൻ ചെയ്തില്ല. സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് കയറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലാണ് ഞാനൊരു എൻട്രി എടുത്തിരുന്നത്. ആൻഡ് അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ട്രേഡായിരുന്നു. ഞാൻ എടുത്ത സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിരുന്നു ഞാൻ ബൈ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവലിൻ്റെ താഴെ വെച്ചു. ടാർഗറ്റ് ഞാൻ നെക്സ്റ്റ് ഒരു സിംഗ് ഹൈൻ്റെ മുകളിലായിട്ടാണ് വെച്ചിരുന്നത്. ടാർഗറ്റിൽ വരെ എത്തുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഒരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ബട്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സിംഗ് വരുന്ന സമയത്ത് ആ ഒരു പേടി ഉള്ളത് കൊണ്ടും, പിന്നെ നമുക്കറിയാം ഈ ഒരു ഗോൾഡ് എന്ന് പറഞ്ഞാൽ 24 hour മാർക്കറ്റാണ്. നമുക്ക് ഫുൾ ടൈം മോണിറ്റർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സിംഗ് ഹൈ വന്ന സമയത്ത് ഒരു 70% പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ബാക്കിയുള്ള 30% സ്റ്റോപ്പ് ലോസ് മോഡിഫൈ ചെയ്ത് നെക്സ്റ്റ് ആ ഒരു ടാർഗറ്റ് വരെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലാണ് ഞാൻ ബുക്ക് ചെയ്തത്. ഓക്കെ, വളരെ നല്ലൊരു ട്രേഡ് തന്നെയായിരുന്നു. അപ്പം ഞാൻ നോർമലി പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നില്ല എല്ലാ ട്രേഡുകളും. അപ്പം ഞാൻ പലപ്പോഴായിട്ട് ഉത്തരം പറഞ്ഞാണ്, നല്ലൊരു കൺവിക്ഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ട്രേഡൊക്കെ എനിക്ക് അത്യാവശ്യം സ്ട്രോങ് കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്.
ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുൻപ് ഞാൻ ട്രേഡുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഫോറക്സ് അല്ലെങ്കിൽ ഗോൾഡിൽ ട്രേഡുകൾ വളരെ എനിക്ക് തോന്നുന്നു 1, 2, 3 ട്രേഡ് മാത്രമേ എൻ്റെ ടെലഗ്രാം ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിരുന്നു. അതൊക്കെ പ്രോഫിറ്റിലാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ഒരുപാട് പേര് ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ട് ടെലഗ്രാം ചാനലിൽ. അപ്പം ഏകദേശം എൻ്റെ ചാനൽ ഒരു 10,252 സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നല്ല കൺവിക്ഷൻ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് അപ്പം ഒന്നുകൂടെ ആക്റ്റീവ് ആവാൻ വേണ്ടി പോവുകയാണ് ബിറ്റ് കോയിനും കാര്യങ്ങളൊക്കെ. ബിറ്റ് കോയിനിൽ ഞാൻ പറഞ്ഞിരുന്നു ഡെൽറ്റ എക്സ്ചേഞ്ചിൽ അത്യാവശ്യം എനിക്ക് കഴിഞ്ഞൊരു 6 മന്തിന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വരുന്ന ദിവസങ്ങൾ ഡെഫിനറ്റ്ലി എല്ലാ ദിവസവും എനിക്ക് നല്ല ട്രേഡുകൾ വരുന്ന സമയത്തൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി പുതിയൊരു സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. സോ ബൈ, താങ്ക് യു.